കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിലെ പില്ലർ തകർന്നു. RBS അവന്യൂ 1 ഫ്ളാറ്റിന്റെ പില്ലറാണ് തകർന്നത്. ഫ്ളാറ്റിലെ ഒരു ബ്ലോക്കിലെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഫ്ളാറ്റിലെ പില്ലർ തകർന്ന സംഭവത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഇന്ന് രാവിലെ വലിയ ശബ്ദത്തോടെയാണ് RDS അവന്യൂ 1 എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ A ബ്ലോക്കിലെ ഒരു പില്ലർ തകർന്നത്. 16 വർഷത്തോളം മാത്രം പഴക്കമുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിലെ A ബ്ലോക്കിലെ കുടുംബങ്ങളെ സുരക്ഷ കണക്കിലെടുത്ത് ഒഴിപ്പിച്ചു. പില്ലർ 1 ഭാരം കേന്ദ്രീകരിച്ചതാകാം തകരാൻ കാരണമെന്നാണ് എഞ്ചിനീയറിംഗ് വിദഗ്ധർ പറയുന്നത്. തകർന്ന പില്ലറിന് നേരത്തെ കേടുപാടുകളുണ്ടെന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിദഗ്ധൻ അനിൽ ജോസഫ് പറഞ്ഞു. ആ പില്ലറിലേക്ക് സ്ട്രെസ് കൂടി. പക്ഷെ ഭാഗ്യത്തിന് ചുറ്റും 5 പില്ലറുള്ളതുകൊണ്ട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ബൈപ്പാസിംഗ് ടെമ്പററി നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിപ്പോൾ ഈ ഒരെണ്ണം ഈൽഡ് ആയാലും ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചു നിർത്തിക്കുക. പക്ഷെ അതിന്റെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അതുകൊണ്ടാണ് അവിടെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ബാക്കി പ്രൊട്ടക്ഷൻ മെഷേഴ്സിന് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അവർ വിത്തിൻ 1 or 2 days ദേ വിൽ കംപ്ലീറ്റ് ഇതെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫർദർ പഠിച്ചാലേ എന്താണ് ബാക്കിയുള്ളതിന്റെ സ്ട്രെങ്ത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം MP കൂടിയായ ഹൈബി ഈഡനും പറഞ്ഞു. കൂടുതൽ എക്സ്പേർട്സ് ഇത് സംബന്ധിച്ച് ഇവിടെ പരിശോധന നടത്തും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമും ഉചിതമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ ആളുകളുടെ സേഫ്റ്റി ആസ്പെക്റ്റ് മുൻനിർത്തി എടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ആശങ്കയുണ്ടായി ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇവിടെ നിലവിലില്ല. ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിലവിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് അനുമതി ഉണ്ടോ എന്ന കാര്യം നഗരസഭ പരിശോധിക്കും. വിഷയം വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷും അറിയിച്ചു. ജനം, കൊച്ചി.